ഇവൻ എനിക്കറിയാം, ഇവനെ പേഴ്സണലായിട്ട് എനിക്ക് ഇവനെ അറിയുന്നതാണ്. ഇപ്പം നമ്മൾ ഈ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കലുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂട്ടലൊക്കെ ഞാനാണ്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ചിമ്മയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവൻ്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കുമ്പോൾ 4-3 സ്റ്റാറ്റസ് കിട്ടിനി. അന്നേരം ഞാനിതറിയില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമുണ്ട് പിന്നെ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ നിസാമോ എന്നെ മലബാർ നിസാമെന്ന് വിളിക്കും. മലബാർ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു, നിസാം ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നേ പിന്നെയാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പിഞ്ചു മക്കളൊക്കെ മരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കൃത്യം 4-3 ഓൻ സ്റ്റാറ്റസ് വെച്ചിന്. ഇതാ കൃത്യം 4. ഞാൻ ഇതിന് മുമ്പ് പിന്നെ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, മറ്റേ MPD സർക്കിൾ ഇൻസ്പെക്ടർ അവർ എന്നോട് ചോദിച്ചു, അവർ ഫോട്ടോ എടുത്തിട്ടായിരുന്നു. ഇപ്പോൾ ബ്രേക്ക് പൊട്ടിയതല്ല എന്നാണ് ഇതിൻ്റെ കാണുന്ന തെളിവ്. കാരണം 2 വിഷയിലും 4.3 ആണ്, 4-3 പിന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാനല്ലോ. ഏതവസരത്തിൽ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഇത്രയും ഈ കുന്നിൻ്റെ ഇറക്കത്തിൽ ആ ഫോൺ നോക്കാനുള്ള സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. കണ്ണൂർ വളക്കയിൽ ഇന്നുണ്ടായ അപകടം, സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടം. ആ അപകടത്തിൽ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള നേദ്യ S. രാജേഷ് മരണപ്പെടുന്നു. ആ അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ തന്നെ വലിയ രീതിയിൽ നമ്മെ ഭയപ്പെടുത്തിയ ഒരു സംഭവമാണ്. കാരണം ഈ സ്കൂൾ ബസ് തകിടം മറിഞ്ഞുകൊണ്ടാണ് വീണത്. ആ ബസ്സിന്റെ അടിയിലായിരുന്നു ഈ മരണപ്പെട്ട കുട്ടി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന ചില വാർത്തകൾ കൂടി പുറത്തു വരികയുണ്ടായി. ഇന്ന് 4-3 ഈ അപകടമുണ്ടാകുന്നത്. എന്നാൽ 4-2 ഈ ബസ് ഓടിച്ചിരുന്ന നിസാം എന്ന് പറയുന്ന ഡ്രൈവർ തൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് 4-3 അപകടത്തിൽ 4-2 എങ്ങനെയാണ് ഈ വാട്സപ്പ് സ്റ്റാറ്റസ് അദ്ദേഹം പങ്കുവെച്ചത് എന്നുള്ള ചോദ്യം തന്നെയാണ് വലിയ രീതിയിൽ സംശയത്തിന് വഴിവെക്കുന്നത്. ഈ അപകടമുണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അപകടമുണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നോ, വാട്സപ്പ് ഉപയോഗിച്ചിരുന്നോ, വാട്സപ്പ് ഉപയോഗിച്ചത് മൂലമുണ്ടായ അപകടമാണോ അല്ലെങ്കിൽ അശ്രദ്ധ മൂലമുണ്ടായിട്ടുള്ള അപകടമാണോ എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം നിസാമിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പാകെ അറിയിച്ചത്. ഈ അപകടത്തിന് മുമ്പ് അല്ലെങ്കിൽ ഈ അപകടം അറിഞ്ഞതിന് ശേഷമാണ് നിസാമിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ശ്രദ്ധിക്കുന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ 4-3 എന്നാണ് സമയം രേഖപ്പെടുത്തിയത്. എന്നാൽ 4-2 നിസാം വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതായിട്ടും തനിക്ക് കാണാൻ സാധിച്ചതായി നിസാമിന്റെ സുഹൃത്ത് തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പാകെ അറിയിക്കുകയും ചെയ്തത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതേസമയം ഈ സംഭവത്തിന്റെ ആദ്യഘട്ടത്തിൽ നിസാം പറഞ്ഞിരുന്നത് ഒരു വളവിന് ശേഷം വണ്ടിയുടെ ബ്രേക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നും ഇറക്കത്തിൽ ബസ്സിന് ഈ ബ്രേക്ക് നഷ്ടമായതിനാൽ തന്നെ ബസ് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകുകയും ചെയ്തു. അതോടുകൂടിയാണ് അപകടം ഉണ്ടായത് എന്നാണ് നിസാം പറയുന്നത്. അതേസമയം ഈ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ കാര്യത്തിലും നിസാം പറയുന്നത് അത് നേരത്തെ അപ്ഡേറ്റ് ചെയ്ത ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആണ്. പക്ഷേ അത് നെറ്റിന്റെ സാങ്കേതിക തകരാറ് മൂലം 4-2 അപ്ഡേറ്റ് ആയതാകാം എന്നാണ് നിസാം പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.